സ്റ്റഡി ഹെൽപ്പറിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലെ 8ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ദേശീയ പ്രസ്ഥാനവും കേരളവും എന്ന യൂണിറ്റാണ് ചർച്ച ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ ബാക്കി നമുക്ക് പരിചയപ്പെടാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാലിയം സത്യാഗ്രഹം വരെയാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ദേശീയബോധത്തിൻ്റെ സമരജ്വാല പാഠഭാഗത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യമായി നമുക്കൊരു ഗാനത്തിൻ്റെ ഏതാനും വരികൾ കാണാം. 1930 ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി നടന്ന ജാഥയിൽ ആലപിക്കാൻ അംഷി നാരായണപിള്ള എഴുതിയ വരികളാണിവ. അപ്പോൾ വരിക വരിക സഹചര്യ എന്നുള്ള ഗാനം രചിച്ചിട്ടുള്ളത് അംഷി നാരായണപിള്ളയാണ്. എന്തിനാണ് ഈ ഗാനം രചിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1930 ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി നടന്ന ജാഥയിൽ ആലപിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗാനം രചിച്ചിട്ടുള്ളത്. സത്യാഗ്രഹികൾ ഗാനം ആലപിച്ചു മുദ്രാവാക്യം മുഴക്കിയും പയ്യന്നൂർ കടപ്പുറത്തിലേക്ക് ജാഥയായി നീങ്ങി. വഴി നീളെ ആയിരക്കണക്കിന് ജനങ്ങൾ അവർക്ക് സ്വീകരണം നൽകുകയും ചെയ്തു. സത്യാഗ്രഹികൾ ഈ ഒരു ഗാനം ആലപിച്ചുകൊണ്ട് പയ്യന്നൂർ കടപ്പുറത്തേക്കാണ് ജാഥയായിട്ട് നീങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ അവർ പോകുന്ന ഓരോ വഴിയിലും ജനങ്ങൾ അവർക്ക് സ്വീകരണം നൽകുകയും ചെയ്തു. കേരളത്തിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വളർച്ച മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും എങ്ങനെയായിരുന്നു എന്നാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. മലബാർ കേരളത്തിലെ ഇതര പ്രദേശങ്ങളെ അപേക്ഷിച്ച് മലബാറിൽ ദേശീയ പ്രസ്ഥാനം കൂടുതൽ കരുത്തുറ്റതായിരുന്നു. അപ്പോൾ കേരളത്തിൽ തിരുവിതാംകൂറിനെയും അതുപോലെ തന്നെ കൊച്ചിയൊക്കെ അപേക്ഷിച്ച് മലബാറിലാണ് ദേശീയ പ്രസ്ഥാനം ഏറ്റവും കരുത്തുറ്റതായി മാറിയത്. മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ രൂപീകരണവും അതുപോലെ ഹോം റൂൾ ലീഗിൻ്റെ പ്രവർത്തനങ്ങളും ദേശീയ പ്രസ്ഥാനത്തെ കൂടുതൽ ചലിപ്പിച്ചു. ഖിലാഫത്ത് നിസ്സഹരണ പ്രസ്ഥാനങ്ങൾക്ക് വലിയ പിന്തുണയാണ് മലബാറിലെങ്ങും ലഭിച്ചത്. സമരത്തിൻ്റെ ഭാഗമായി ജനങ്ങൾ വിദേശ നിർമ്മിത വസ്തുക്കളും കോടതികൾ, വിദ്യാലയങ്ങൾ മുതലായവ സർക്കാർ സ്ഥാപനങ്ങളും ബഹിഷ്കരിച്ചു. അപ്പോൾ ഈ സമരത്തിലേക്ക് കടന്നു വന്ന ജനങ്ങൾ വിദേശ നിർമ്മിത വസ്തുക്കൾ അതുപോലെ തന്നെ കോടതികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം ബഹിഷ്കരിച്ചു. സമരത്തിന് സ്ത്രീകളുടെയും വിദ്യാർത്ഥിനികളുടെയും മികച്ച പങ്കാളിത്തമുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് സ്ത്രീകളുടെ സാന്നിധ്യമാണ് ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സി കുഞ്ഞിരാമ മേനോൻ, കെ കേളപ്പൻ, യു ഗോപാലമേനോൻ, കെ പി കേശവമേനോൻ, മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബ്, ഇ മൊയ്തു മൗലവി, മൊയ്യാരത്ത് ശങ്കരൻ എന്നിവരായിരുന്നു പ്രധാന നേതാക്കൾ. അപ്പോൾ മലബാറിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെയാണെന്ന് പറയുന്നുണ്ട്.